തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസിന് ഇന്ന് നിർണായകമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതി അഫാന്റെ അറസ്റ്റ് ഇന്ന് പോലീസ് രേഖപ്പെടുത്തുമെന്ന് അറിയുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി മദ്യം വാങ്ങിയത് എലിവിഷം കലർത്തി കുടിക്കാനെന്നാണ് പോലീസ് പറയുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരം നിന്ന്. അജീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഈ കേസിൽ പോലീസിന് നിർണായക ദിവസമാണ്. കാരണം രണ്ടുപേരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ അഫാന്റെ ചോദ്യം ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളത് അഫാൻ തന്നെയാണ് കൂടുതലായി പറയേണ്ടത്. ആദ്യ ദിവസം ഒരു പ്രാഥമിക മൊഴിയെടുപ്പ്, പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യലിൽ അഫാൻ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നെങ്കിലും അതിൽ ചില അവ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യത തന്നെയായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം ഇപ്പോൾ ഉള്ളത്. കാരണം ഈ അഫാന്റെ പിതാവിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തനിക്കും ആ ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നു. ഈ പിതാവിന്റെ കടം വീട്ടാനായി താൻ ഒരുപാട് ശ്രമിച്ചിരുന്നുവെന്ന് അഫാൻ പോലീസിനോട് പ്രാഥമികമായി മൊഴി നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി പലരിൽ നിന്നായി പണം വാങ്ങിയിരുന്നു. ഈ പെൺ സുഹൃത്തായിട്ടുള്ള ഫർസാനിൽ നിന്ന് പോലും സ്വർണ്ണാഭരണങ്ങളടക്കം വാങ്ങിയിരുന്നതായും അഫാൻ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങിയത് ഈ പെൺ ഫർസാനയുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നു എന്നുള്ളത് വ്യക്തമല്ല. അത് അഫാന്റെ ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. മാത്രമല്ല ഈ അഫാന്റെ മാതാവും പലരിൽ നിന്നായി പണം വാങ്ങിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ ആരോടൊക്കെയാണ് ഈ പണം വാങ്ങിയത്, സാമ്പത്തിക ഇടപാടുകൾ ആരുമൊക്കെ ആയിട്ടാണ് നടത്തിയിരുന്നത്, അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു, അവർ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ ഒരു ഭാഗത്ത് നടന്നു വരികയാണ്. അതിനിടയിൽ ഇനി അഫാന്റെ മാതാവ് ഷെമി, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം വെഞ്ഞാറമൂടുള്ള ഗോകുലം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെയാണ് ഷെമിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇന്ന് ഡോക്ടർമാരുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്തായിരിക്കും ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട മൊഴി അഫാൻ ആദ്യ ദിവസം കൊടുത്തത്, അത് പുറത്തു വരുന്നത് ഇങ്ങനെയാണ്. ഈ കൊലപാതകം നടത്തിയതിന് ശേഷം, അതായത് രാവിലെയൊക്കെ ഈ മുത്തശ്ശിയും പിതൃ സഹോദരനെയും ഭാര്യയും ഒക്കെ കൊലപ്പെടുത്തിയതിന് ശേഷം മദ്യം വാങ്ങിയിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു. ഈ മദ്യം വാങ്ങിയത് എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത്. കാരണം ഈ കടബാധ്യത കാരണം ആദ്യം അഫാൻ തീരുമാനിച്ചിരുന്നത് കുടുംബത്തോടെ കൂട്ട ആത്മഹത്യ ചെയ്യാനെന്നാണ്. പിന്നീട് കൂട്ടാത്മഹത്യയിലേക്ക് മാറി കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു. അമ്മയും അത്രയും ഇഷ്ടത്തിലായിരുന്നുവെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ക്യാൻസർ ബാധിതയായ അമ്മ താനില്ലാതെ ജീവിക്കില്ല, അതിജീവിക്കില്ല, അതുകൊണ്ട് അമ്മയെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. പക്ഷേ അമ്മ അതിജീവിച്ചു. അമ്മ കൊല്ലപ്പെട്ടെന്ന് എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഈ അഫാൻ എലിവിഷം കഴിച്ചത്. ഈ എലിവിഷം കലർത്തി കഴിക്കാനാണ് മദ്യം വാങ്ങിയതെന്ന് പറയുന്നു. ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴി, അതായത് അഫാൻ ഈ പേരുമല എന്ന സ്ഥലത്ത് നിന്ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പോകുമ്പോൾ അഫാൻ്റെ ഈ മദ്യത്തിന് മണമുണ്ടായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. അതായത് ഈ എലിവിഷം കലർത്തി കഴിക്കാനാണ് ഈ മദ്യം വാങ്ങിയതെന്ന് പറയുന്നു. പക്ഷേ ആദ്യം ബൈക്കിൽ പോകാനാണ് തീരുമാനിച്ചതെങ്കിലും പിന്നീട് ക്ഷീണം തോന്നിയതുകൊണ്ട് ഓട്ടോറിക്ഷയിൽ പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. എന്തായാലും രണ്ടുപേരുടെയും മൊഴി, അവരുടെ എന്താണ് പറയുന്നുള്ളത് ഏറെ നിർണായകമാണ് പോലീസിന്. Okay, thank you.